പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നോക്കിയ ക്രിസ്തുമസിന്റെ തലേ ദിവസം വന്നു നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ 8:12. അവിടെ വചനം പറയാണ്, യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അതായത് അവന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന്. അവൻ്റെ ജീവിതത്തിൽ സുഖമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ, എൻ്റെ കർത്താവ് അനുവദിച്ചതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ഒരു പ്രകാശം എന്നും അവനെ വഴി നടത്തും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ പാതിരാ കുർബാനയ്ക്കൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നോമ്പെടുത്ത്, അതുപോലെ തന്നെ ഉണ്ണീശോയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ പിറക്കാനൊരിയുടെ ആ ഒരു ശുശ്രൂഷ, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ എത്രമാത്രം ശുശ്രൂഷകളുണ്ടായിരുന്നു. ഏതെങ്കിലും ശുശ്രൂഷകൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ശരിക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ, ഇന്നത്തെ പാതിരാ കുർബാന. ആ ദിനത്തിൽ കർത്താവെ ഒരു പടി കൂടി ക്രിസ്തു അനുഭവമുള്ളവരായിട്ട് വ്യാപരിക്കുവാൻ. ഇന്ന് കത്തോലിക്കരുടെ ഇടയിൽ ഒരു കുറവിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു വചന ശുശ്രൂഷകൻ പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമാണ്, ഇന്ന് ശരിക്ക് ഈശോയെ അനുഭവിച്ച ക്രിസ്തു അനുഭവമുള്ള ക്രിസ്തു ശിഷ്യരുടെ അഭാവമാണ്. അതെല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. അത് വൈദികരുടെ ഇടയിലും അല്ലെങ്കിൽ സമർപ്പിതരുടെ ജീവിതത്തിലും ഒരുപാട് ദൈവജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ആഗ്രഹം പോലും, ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാനുള്ള ഒരു ആഗ്രഹം. പ്രിയ സഹോദരങ്ങളെ, അത്തരത്തിലുള്ളൊരു ആഗ്രഹത്തിൽ വളരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.